വേനൽക്കാലത്ത് പല ആളുകളിലും കണ്ടുവരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ചൂടുകുരു അഥവാ പ്രിക്ലി ഹീറ്റ് എന്ന് പറയുന്ന കണ്ടീഷൻ. ഇതുള്ള ആളുകൾ പ്രധാനമായിട്ടും എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ഇത് നമുക്ക് കുറയ്ക്കാൻ പറ്റുക എന്ന് നോക്കാം. പല ആളുകളും വളരെ കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് പൗഡർ യൂസ് ചെയ്യുക എന്നുള്ളത്. ഇത് പലപ്പോഴും ഗുണത്തേക്കാൾ ഏറെ ദോഷമാണ് ചെയ്യാറുള്ളത്. കാരണം നമ്മൾ വിയർപ്പ് ഗ്രന്ഥിയിൽ നിന്നും വിയർപ്പ് ഒഴുകാതെ ഇരിക്കുമ്പോഴാണ് സാധാരണയായിട്ട് ചൂടുകുരു ഉണ്ടാവാറുള്ളത്. പൗഡർ യൂസ് ചെയ്യുന്ന സമയത്ത് ഇത് അടയുകയും, അതായത് വിയർപ്പ് ഗ്രന്ഥി അടയുകയും അത് കൂടുതൽ പ്രശ്നത്തിലേക്കാണ് പലപ്പോഴും സംഭവിക്കാറുള്ളത്. ആ പൗഡർ ഇടുന്ന സമയത്ത് മാത്രമാണ് നമുക്കൊരു റിലീഫ് കിട്ടുക. പിന്നീട് വീണ്ടും ചൂടുകുരു വരുന്നതായിട്ട് കാണാറുണ്ട്. അപ്പം ഇതിനുള്ളൊരു പരിഹാരം എന്ന് പറയുന്നത് നന്നായിട്ട് വെള്ളം കുടിക്കുക, 2 നേരം കുളിക്കുക, കുളിക്കുന്ന സമയത്ത് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ അയഞ്ഞ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പോളിസ്റ്റർ, നൈലോൺ പോലുള്ള ഡ്രസ്സുകളൊക്കെ ഉപയോഗിക്കുന്നത് ഈ ചൂടുകാലത്ത് ഒഴിവാക്കുക. കൂടാതെ മൈൽഡ് ആയിട്ടുള്ള സോപ്പ് ഉപയോഗിക്കുക. 2-3 നേരം കുളിക്കുന്ന സമയത്ത് എപ്പോഴും സോപ്പ് യൂസ് ചെയ്യണമെന്നില്ല. പക്ഷെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് മൈൽഡ് ആയിട്ടുള്ള സോപ്പ് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ലൈറ്റ് കളറായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ഐസ് പാക്കുകൾ യൂസ് ചെയ്യാം. ഒരു ക്ലോത്തിലോ മറ്റോ ഐസ് പൊതിഞ്ഞതിന് ശേഷം നമുക്ക് ചൂടുകുരുള്ള ഭാഗത്ത് വെച്ച് കൊടുക്കുമ്പം ആ ഭാഗം വിയർപ്പ് പെട്ടെന്ന് ഒഴുകിപ്പോവുകയും ആ ഭാഗം കൂളാവുകയും ചെയ്യും. അപ്പോൾ ചൂടുകുരുവിന്റെ ബുദ്ധിമുട്ട് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. കൂടാതെ കറ്റാർവാഴ ഈ ഭാഗത്ത് പുരട്ടുന്നത് നല്ലതാണ്. കറ്റാർവാഴ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിൽ നിന്ന് വരുന്ന യെല്ലോ ഫ്ലൂയിഡ് പൂർണ്ണമായിട്ടും കളഞ്ഞിട്ട് വേണം ഉപയോഗിക്കാൻ. ചില ആളുകളിൽ ഈ യെല്ലോ ഫ്ലൂയിഡ് സ്കിൻ ഇറിറ്റേഷൻ ഉണ്ടാക്കാൻ ഒരു കാരണമാകാറുണ്ട്. കൂടാതെ സാലഡ്സ്, അതായത് കക്കരിക്ക, ക്യാരറ്റ് എന്നിവയൊക്കെ ധാരാളമായിട്ട് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക.